അങ്ങനെ പവർ റൂമിലേക്ക് അടുത്ത ആഴ്ച വീണ്ടും ഗബ്രി, ശരണ്യ, ഋഷി, ശ്രീരേഖ അടുത്ത ആഴ്ചയും അവർ സേഫ് ആണ്. ഈ പവർ റൂമിന്റെ ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുകയാണ്. എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഈ ആഴ്ച നിങ്ങൾ എന്തെങ്കിലും അതെന്തെങ്കിലും കണ്ടായിരുന്നോ അവിടെ പവർ റൂമിന്റെ? ഞാനൊന്നും കണ്ടിട്ടില്ല. എന്തിനാണ് ഈ പവർ റൂം? നോമിനേഷൻ ഫ്രീ ആവാനോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരുമായിട്ട് ഒന്നിച്ച് മത്സരിച്ച് കയറണ്ടേ? അപ്പോൾ ഈ പവർ റൂമിനെ കൊണ്ട് ഇനി വല്ല ഉപയോഗങ്ങളും ബാക്കിയുണ്ടോ? ഇന്നത്തെ ടാസ്ക് പറഞ്ഞപ്പോൾ ഇന്നത്തെ ടാസ്കിൽ എന്താണ് നടന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആരാണ് കൂടുതൽ തെറ്റുകൾ ചെയ്തത്? ജിൻഡോയാണോ ഗബ്രിയാണോ? ശരിക്കും ഈ ഗെയിം ഇങ്ങനെയാണോ കളിക്കേണ്ടത്? ഇതൊരു ഗ്രൂപ്പ് ടാസ്കും കൂടിയാണ്, ഇൻഡിവിജ്വൽ ടാസ്ക് അല്ല. ശരണ്യ അവിടെ ഉണ്ടായിരുന്നു, അത് ഉറക്കമായിരുന്നു ടാസ്കിൽ മൊത്തം. പിന്നെ ജാസ്മിൻ, ഗബ്രി, സിബിൻ പോകുന്നതിന് മുന്നേ അവർ ഇൻഡിവിജ്വൽ ഗെയിം അല്ല, ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനൊക്കെ നോക്കി സിബിൻ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ. അതായത് അവർ കോർണറിങ് ഗെയിം, അവരെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുകയാണെന്നുള്ള ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ സിബിൻ പോയ ശേഷം അടുത്ത നിമിഷം പുതിയ ഗെയിമുമായിട്ട് വന്നേക്കാണ്. പുതിയ ഗെയിമല്ല, പഴയ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. കോംബോ, ശക്തമായ അവരുടെ കോംബോ തിരിച്ചു വരുന്നു. ഇനി നമുക്ക് 50 ദിവസം അവരുടെ കോംബോ ഒന്നിച്ച് നിന്ന് കളിക്കുന്നത് കാണാം. ഇതിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്ലൂഡിങ് സിജോ ഉൾപ്പെടെ ആർക്കും ഇവരെ ഒന്ന് തകർക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നെന്ന് എനിക്കൊരു പിടിയില്ല. മാറി നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കയറി നിന്ന് കളിക്കണം. പിന്നെ നാളെ ഇതിനെതിരായിട്ട് അവിടുത്തെ പെൺപുലികൾ മുന്നിട്ട് വരുമോ എന്നാണ് എനിക്ക് നോക്കേണ്ടത്. അൻസിബ, അതേപോലെ നോറ, ഇതൊക്കെ നമുക്ക് നോക്കാം ഇവർക്കെതിരെ കളിക്കുമോ എന്നുള്ളത്. അത് മാത്രമല്ല, റസ്മിൻ ഇപ്പോൾ പുറത്താണ്. പക്ഷെ പുള്ളിക്കാരി മനസ്സിലാക്കണില്ല റസ്മിൻ പുറത്താണെന്ന്. പുള്ളിക്കാരി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ വലിയ സ്നേഹമായിട്ട് ഗബ്രി കൊണ്ടു കിടക്കുകയാണെന്ന്. ഒരിക്കലും ഇല്ല. ഗബ്രി ഇവിടെ പറയുന്നത് റസ്മിനാണ് തെറ്റുകാരിയെന്ന്. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. പിച്ചി, നുള്ളി, മാന്തി, പറിച്ച് കഴിഞ്ഞ സീസൺ 5 എന്തായിരുന്നു അല്ലേ? ആ ഫ്യൂസ് ടാസ്ക് ഒക്കെ നോക്കണം. എൻ്റെ പൊന്നോ, അവിടെ യുദ്ധം നടക്കുന്ന രീതിയിലായിരുന്നു. നമ്മൾ ബിഗ് ബോസിന് ലാലേട്ട 8 വരെ കാണിച്ചു കൊടുത്തു എന്തോന്നാണ് ചെയ്തതെന്നൊക്കെ. റെനീഷയും ആരാരും എല്ലാവരും അടിപൊളിയായിട്ട് ഫിസിക്കൽ ടാസ്ക് കളിച്ചു. ഇതൊരു ഫിസിക്കൽ ടാസ്ക് തന്നെയാണ്, കാര്യം ഓട്ടം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പക്ഷേ ഇത് ഓടുന്ന ടാസ്ക്കാണ്. ഈ ടാസ്കിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ സീസൺ എല്ലാം ഉള്ള ടാസ്ക്കാണിത്, ഡേഞ്ചർ കോയിൻ അല്ലേ. പക്ഷേ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത, ഗ്രൂപ്പായിരുന്നു ഇത്. പവർ ടീം വേഴ്സസ് ഡെൻ ടീം, ടീം ടാസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിട്ട് കോയിൻ ഒട്ടിച്ചപ്പോഴും ബിഗ് ബോസ് ഒന്നും പറയാത്തത്. കാര്യം ഇത് ടീം ടാസ്ക് ആണ്, നമുക്ക് പിടിച്ചു വെച്ചിട്ട് കോയിൻ ഒട്ടിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഋഷീനെ അൻസിബയും ജിൻഡോയും ജാസ്മിനും കൂടെ പിടിച്ചു. എന്നിട്ട് ജിൻഡോ വന്നിട്ട് ഋഷീനെ പിടിച്ചു വെച്ചിട്ട് കോയിൻ ഒട്ടിച്ചപ്പോഴും ബിഗ് ബോസ് ഒന്നും പറയാത്തത്. ഇതേ സംഭവം തന്നെയാണ് ജിൻഡോയോട് ശരണ്യയും ഗബ്രിയും ചെയ്തത്. അതായത് അങ്ങ് മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ശരണ്യ ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് പോയി നിന്നു. പ്രോപ്പർട്ടിയുടെ അടുത്ത് പോയി നിന്നിട്ട് ജിൻഡോയെ പിടിച്ചു വെച്ചു ഗബ്രി. ശരണ്യ ഒട്ടിക്കാൻ വേണ്ടി പോയപ്പം ജിൻഡോ വലിച്ചിങ്ങനെ പവർ കൊടുത്തപ്പോൾ ശരണ്യയും ആ പ്രോപ്പർട്ടി മൊത്തം തറയിൽ വീണു. ശരണ്യനെ പിടിച്ച് എന്താ പറയണ്ടത്, തല മൊത്തം പിടിച്ചിട്ട് ഇങ്ങനെ മുടി മൊത്തം പിടിച്ചിട്ട് ജിൻഡോ ഇങ്ങനെ താഴ്ത്തി. ഇതേ സംഭവമാണ് ഗബ്രി കാണിച്ചത്. അതായത് ഗബ്രി ഇവിടെ ജിൻഡോ ശരണ്യനെ എയിം ചെയ്യാൻ നിന്നത്, പക്ഷെ ഗബ്രി ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ എന്നിട്ട് ജിൻഡോയുടെ ഇടയിൽ ഗബ്രി കയറി, ശരണ്യ പോയി. എന്നിട്ട് ഗബ്രി പോയിട്ടാണ് ജിൻഡോനെ പിടിച്ചത്. അപ്പോഴാണ് ജിൻഡോ കൈകൊണ്ട് പിടിച്ചു. ജിൻഡോ ബാക്കിൽ ഒട്ടിച്ചിട്ട് ജിൻഡോ കൈ വിടുന്നില്ല, ബസറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജിൻഡോയുടെ ഗെയിം ആയിരുന്നു അതല്ലേ. ആദ്യം തൊട്ടേ ഋഷിയുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു ജിൻഡോ കളിച്ചത്, ഇതിലും അങ്ങനെയാണ് കളിച്ചത്. കൈ വിടുന്ന യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഗബ്രിക്ക് അത് ഇതായി, ശ്വാസം മുട്ടിക്കുന്നോ, അങ്ങനെ ശ്വാസം മുട്ടൽ പോലെ വന്നു, ഇറുക്കി പിടിച്ചു. അപ്പോഴത്തേക്കും എന്താണ് ഒതറി നമ്മുടെ ജിൻഡോയുടെ കഴുത്തിൽ കയറി ഇങ്ങനെ പിടിച്ചു, തിരിഞ്ഞു കടന്നു. ജിൻഡോയുടെ പുറത്തൂടെ, ജിൻഡോ ഗബ്രിയുടെ പുറത്തൂടെ വീണു. അതായത് ഗബ്രി എന്നെ പിടിച്ചോണ്ട് പോയി ഗബ്രിയുടെ പുറത്തോട്ട് വീണു. എന്നിട്ട് ഗബ്രി തിരിഞ്ഞു കടന്നിട്ട് ജിൻഡോയുടെ കഴുത്തിലോ അവിടെ എവിടെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വലിച്ചു മാറ്റി. അപ്പോൾ ഇതെല്ലാം നടന്നത് ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, എല്ലാം ഒരേപോലെ, വ്യത്യാസമായിട്ടൊന്നും തോന്നില്ല. ജിൻഡോ ശരണ്യനെ പിടിച്ചിട്ട് തല മുടി പിടിച്ച് വലിച്ചതും ഗബ്രി ജിൻഡോന്റെ കഴുത്ത് പിടിച്ച് വലിച്ചതും എല്ലാം എനിക്ക് ഒരുപോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. എല്ലാം ഇത് ഗെയിമിന്റെ ഭാഗമാണ് എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. വേറെ ഭീകരമായിട്ട് ഇതൊക്കെ എല്ലാ ടാസ്കിലും ബിഗ് ബോസിലെ എല്ലാ സീസണുകളിലും നടക്കുന്നത് തന്നെയാണ്. പിന്നെ ഇത് ഗ്രൂപ്പ് ടാസ്ക് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല കോയിൻ ടാസ്ക് കളിക്കേണ്ടത്, ഫുൾ ഓട്ടമാണ് അല്ലേ. ഓടാൻ കഴിയില്ലാത്തവർ കളിക്കത്തൂല. പിന്നെ ഈ ടാസ്ക് ആദ്യം വന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് പവർ ടീം തന്നെ കൊണ്ടുപോകും. ഗബ്രിക്ക് ഫേവർ ചെയ്ത ടാസ്ക് തന്നെയായിരുന്നു ഗബ്രി, ഋഷി, കാര്യം അവരാണ് ഓട്ടക്കാർ അല്ലേ. ജിൻഡോയ്ക്കൊന്നും ഓടാൻ പറ്റുന്നില്ല. അതുപോലെ അൻസിബയ്ക്കൊക്കെ നടക്കാനേ പറ്റുന്നുള്ളൂ, നടക്കുകയാണ് ചെയ്തത്. അൻസിബൊന്നും ഓടിയിട്ടില്ല. അതേപോലെ തന്നെ ജാസ്മിനും ഒരു പരിധിയുണ്ട്. പിന്നെ ജാസ്മിൻ എന്തുകൊണ്ട് ആ ഒളിച്ചിരിക്കുന്ന ശരണ്യെ കണ്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ജാസ്മിൻ BB+ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ കണ്ണൊക്കെ ബ്ലാക്ക് ഔട്ടായി. നമുക്ക് ഓടിയേ നമ്മൾ ഈ ഓട്ടവും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ കടന്ന് ഓടുമ്പം കണ്ണൊക്കെ അങ്ങ് തള്ളി, ശ്വാസം ഓക്സിജനൊക്കെ ഇതൊക്കെ കുറയും. അപ്പോഴ് കണ്ണൊന്നും കാണാതായി, ശരണ്യനെ കാണാതായതാണ്. ശരണ്യ എന്ന് പറഞ്ഞ വ്യക്തി അവസാന റൗണ്ട് ഒഴിച്ച് ബാക്കി 3 റൗണ്ടുകളിൽ മൊത്തം ഒളിച്ചിരിപ്പായിരുന്നു.
ഫുൾ ഒളിച്ചിരിപ്പായിരുന്നു ശരണ്യ. അവസാന റൗണ്ടിൽ മാത്രമാണ് ശരണ്യ വന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം. അതൊരു നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ളവരൊക്കെ നേരെ നിന്ന് കളിച്ചു. ആദ്യം അൻസിബയും നമ്മുടെ ജാസ്മിനും കഥ പടച്ചിരുന്നെങ്കിൽ പിന്നെ അവർ മുന്നോട്ട് വന്ന് തന്നെ കളിച്ചു. അങ്ങനെ അന്തസ്സായിട്ട് മുന്നോട്ട് വന്ന് കളിക്കണം, അല്ല ഒളിച്ചിരുന്ന് കളിച്ചിട്ട് നിന്ന് കിട്ടാനാണ്. അപ്പം എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും പവർ ടീം കൊണ്ടുപോയി. CID രാംദാസും എന്ന് പറഞ്ഞു എന്തോന്നേ ഇത് നുള്ളിയും പിഞ്ചിയും എന്നൊക്കെ പറയുന്നത്. ബിഗ് ബോസ് തന്നെ കൈ കൊടുപ്പിച്ചു. പവർ ടീമിലേക്ക് ഗബ്രി, ശ്രീരേഖ, ശരണ്യ, ഋഷി. എന്തിനാണ് ഈ പവർ ടീം? ഞാൻ ചോദിക്കുന്നതാണ്. ദയവ് ചെയ്ത് ഈ പവർ ടീം മാറ്റി വീക്ക്ലി ടാസ്ക് ആക്കുക, അവരെയൊക്കെ സ്ക്വാഷ് ചെയ്ത് കളയുക. ഈ 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് എൻ്റെ ഒരു അഭ്യർത്ഥന, പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഈ പവർ ടീം എന്ന് പറഞ്ഞ സംഭവം വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻസിന് എനിക്ക് തോന്നുന്നു ഗബ്രിയും ജിൻഡോയും ഒഴിച്ച് ബാക്കി ആർക്കും പവർ ടീമിൽ കയറാൻ താല്പര്യമില്ല. കാര്യം അതൊരു തലയിൽ ഒരു ഭാരമാണെന്ന് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ വന്ന് പിടിക്കും. ലാലേട്ടൻ വന്ന് സിബിന് വഴക്ക് കൊടുത്തത് ആരും മറന്നിട്ടില്ല. അമ്മാതിരിയാണ് സിബിനെ ഫയർ ചെയ്തത്. ആ ആഴ്ച മൊത്തം എന്റർടൈൻ ആയിട്ട് കൊണ്ടുപോയത് സിബിനും ആ പവർ ടീമുമാണ്. എന്നിട്ട് ആ പവർ ടീമിന് ഇച്ചിരി 1000 പോയിന്റ് കൊടുത്തിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ആ രീതിയിൽ പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് ആ ദണ്ട് പോലും അവിടെ കാണുന്നില്ല. ആ ഒരു ദണ്ടല്ല ഇങ്ങനെ പിടിക്കുന്ന ഒരു ദണ്ട്, അത് കണ്ടിട്ട് തന്നെ അത് സിബിൻ പോയപ്പോൾ കൂടെ കൊണ്ടുപോയി, എനിക്കറിയില്ല. ആ ദണ്ട് അവിടെ കാണുന്നില്ല. സാധാരണ പവർ ടീം എന്ന് പറഞ്ഞാൽ ദണ്ടൊക്കെ പിടിച്ചെന്ന് എല്ലാവരും കൂടെ ഒന്ന് പറയുന്നതല്ലേ പവർ. ഇത് വെറുതെ നോമിനേഷൻ ഫ്രീ ആയിട്ട് ഒളിച്ചിരിക്കാനുള്ളതാ പവർ ടീം. ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും പേടി. ഗബ്രിക്ക് അവസാനം ടോപ്പ് 5 ആകുന്നവരെ അതിനകത്തിരിക്കണമെന്നുണ്ട് ഗബ്രിക്ക്. സത്യമായിട്ടും എന്തിനാണ് ഇങ്ങനെ ഇരുത്തുന്നത് വെറുതെ? എനിക്ക് ഒരു എന്തെങ്കിലും ഇവർ ചെയ്തോ? പവർ ടീമായിരുന്നിട്ട് ആ പ്രോപ്പർട്ടി പൊട്ടിച്ചു, അതിനെന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഒരുപാട് ആക്ഷൻസ് എടുക്കാനുണ്ട്, ഒന്നിനും ആക്ഷൻ എടുക്കുന്നില്ല. വെറുതെ ശ്രീരേഖയൊക്കെ ക്യാമറയുടെ മുന്നിൽ എന്തൊക്കെയോ അഭിനയിച്ചൊക്കെ കാണിക്കുന്നു. പവർ ടീമിൻ്റെ അടുത്ത് എന്തെങ്കിലും നോറ വന്നിട്ട് പവർ ടീം ശ്രീരേഖയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു അപ്സര പൊട്ടിച്ചതിന്? അപ്പം ശ്രീരേഖ അഭിനയിച്ച് കാണിക്കുന്നു. ശ്രീരേഖ ഫുൾ അഭിനയം പോലെ എനിക്ക് പല സ്ഥലത്തും അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരിയായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ കോയിൻ ടാസ്കിലും പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് ഒന്നും പവർ ടീം ഒരു കാര്യവും ഒരു ശിക്ഷയും ഒന്നുമില്ല. സ്വന്തമായിട്ടും ഒന്നും ചെയ്യുന്നില്ല. ശരണ്യൊന്നും മൈക്കിടാതെയാണ് നടക്കുന്നത്, എന്നിട്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട്. എന്ത് പവർ ടീം? ഒരു വിലയില്ലാതെ പോലെ തോന്നുന്നു പവർ ടീം. പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം, പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു 10-20 പേരുണ്ടായിരുന്നു ഞാൻ എഴുതിയെടുത്തത്. ഇന്നത്തെ കോൺവെർസേഷൻ ജാസ്മിനും ഗബ്രിയും നമ്മൾ സംസാരം ഒരു 10-20 പേരുണ്ടായിരുന്നു. ഇന്നലെ പ്രേക്ഷകർ TV തല്ലിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് അവർ ആ 10-20 പേരുള്ളത് ഒരു 15 വരികളാക്കി ചുരുക്കി ജാസ്മിൻ്റെയും ഗബ്രിയുടെ സംഭാഷണം. അപ്പോൾ സമാധാനമുണ്ട്. അവിടെ ഇവിടെയും തൊടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എപ്പിസോഡിൽ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അവരിനി ഒന്നാണ്. ഇനി പിരിക്കാൻ കഴിയില്ല. കാര്യം സിബിൻ പോയി കഴിഞ്ഞു. സിബിൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. എന്താ കോർണറിംഗ് ടാസ്ക് കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോർണറിംഗ് ടാസ്ക് അല്ല, കോർണറിംഗ് ഗെയിം കളിക്കുമായിരുന്നു. ഇപ്പോൾ സിബിൻ പോയി വിത്തിൻ 5 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇവർ ഒറ്റക്കെട്ടാണ്, ഒന്നിച്ചേ പോകത്തുള്ളൂ. പിന്നെ ഇവർക്ക് ഗബ്രിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. അൺനെസസറി ആയിട്ട് ലവും മറ്റതും ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കോംബോ ആയിട്ട് പോവാം. റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട. പക്ഷേ റിലേഷൻഷിപ്പ് അല്ല, കല്യാണവും കഴിക്കത്തില്ല. ഇങ്ങനെ അങ്ങ് പോവും. ഇതാണ് ഈ റിലേഷൻ. അങ്ങനെ അടുത്തടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ക്യാമറ എടുക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഗബ്രിക്ക് 200% അറിയാം. മാത്രമല്ല റസ്മിനോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. റസ്മിനാണ് അകറ്റാൻ ശ്രമിച്ചത്. ആ കുട്ടി എൻ്റെ പൊന്നുമോളെ അവൻ്റെ അടുത്തേക്ക് പോകല്ലേ എന്ന് പറഞ്ഞതിനെയാണ്, പുറത്തുനിന്ന് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനാണ് ഇപ്പോൾ ദേഷ്യം വന്നത്. എന്തിന് പുറത്ത് ലൈവിൽ ഞാൻ കേട്ടതാണ്, എന്തിന് പുറത്തുനിന്ന് പറയുന്നവർ കേൾക്കുന്നത്? വൈൽഡ് കാർഡുകൾ പലതും പറയും. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച കാര്യമാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ളത്. എന്തൊക്കെ വന്നാലും ശരി. എന്തുവാടെ ഇത് ജീവിതം വെച്ചിട്ടുള്ള ഗെയിം? ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനകത്ത് പോയി കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ, ജീവിതം വെച്ചിട്ട് അവിടെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും. അത് മറക്കണ്ടാരും. ഈ വരാനുള്ളിടത്ത് ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക. അത് എനിക്കതേ പറയാനുള്ളൂ. ഒന്നുമില്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫ് വെച്ചിട്ടും അവിടെ പോയി കോംബോ കളിക്കാം, പുറത്തിറങ്ങുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരിക്കലും മായാത്ത കറകളാണ്, മായാത്ത കറകൾ. എനിക്കൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. എനിക്ക് പോയ ആൾക്കാരെ കുറിച്ചും അവരുടെ അനുഭവങ്ങളും എല്ലാം കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനായിട്ട് ഇവിടെ ഡയലോഗ് അടിക്കുകയല്ലേ ഇരുന്നിട്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അൺനെസസറി ആയിരുന്നു ഇന്നലത്തെ വഴക്ക്, വെറുതെ പ്രേമമൊന്നും അതൊന്നും ആവശ്യമില്ല. കണ്ണും വെച്ച് നമ്മൾ പ്രണയിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നുള്ള രീതി. പിന്നെ മറ്റേ സാധനം കടിയും ഇതൊക്കെ സംഭവങ്ങളൊക്കെ പുറത്ത് നെഗറ്റീവാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ അതുമാത്രമല്ല റസ്മിനെ അവർ പൂർണ്ണമായിട്ടും ഗബ്രി ഒഴിവാക്കിയിരിക്കുകയാണ്, അവളാണ് കാരണം. പക്ഷെ റസ്മിനോ കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയുന്നു, ജാസ്മിനെയും ഗബ്രീനെ ആരും ഒന്നും പറയരുതെന്ന് പറഞ്ഞ്. കഷ്ടം, ഭയങ്കര കഷ്ടം തോന്നി. എന്തിനു കുട്ടി സ്വന്തം ഗെയിം ഇങ്ങനെ കളഞ്ഞത്? എന്തിനാണ് കളഞ്ഞത്? സ്വയം ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് റസ്മിൻ, ഒന്നും അറിയാതെ ഇങ്ങനെ. ഇതിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇത് കാണുമ്പോൾ റസ്മിന് വിഷമം വരില്ലേ? ഗബ്രി അവളാണ് കാരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ സിജോയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇരുന്ന് വെറുതെ പറയുന്നതല്ലാണ്ട് ഇതിനകത്ത് കയറി ഇടപെടുന്നത് ഒന്നുമില്ല.
ഇങ്ങനെ അങ്ങ് പോകുന്നു, ആർക്കും ഇടപെടാനും താല്പര്യമില്ല, എല്ലാവരും മാറി ഇന്ന് സംസാരിക്കുന്നു. നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നുള്ളത്. അപ്പൊ ഇവരെ ഈ ഗെയിമിന് ട്രിഗർ ചെയ്യാനും അതിനെ ഇതാക്കാനുമാണ് ഗെയിമേഴ്സ് വരേണ്ടത്. അത് അവരുടെ ഗെയിമാണ്, അത് പൊളിക്കാൻ വേണ്ടി ആർക്കും പറ്റുന്നില്ല. അത് അവരുടെ വിജയം, ഇവരുടെ പരാജയം, അത്രേ എനിക്ക് പറയാനുള്ളൂ. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഏപ്രിൽ 25 46 ഡേയ്സ് ആണ്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നിൻകിനാക്കളെല്ലാം, ആ പാട്ടൊക്കെയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ വക ശ്രീരേഖ ഇന്ന് ശ്രീരേഖയ്ക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപത്തിലേക്ക് മാറാം. ശ്രീരേഖ റസ്മിനായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ബീൻ ബാഗിൽ പോയിട്ട് ഇങ്ങനൊരു കിടത്തൊക്കെ റസ്മിന്റെ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിബിനും പൂജയും ആരോഗ്യ കാരണങ്ങളാൽ ഈ വീട് വിട്ട് പോയി എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ഹായ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സായി ഇതൊരു കഷ്ടമായിപ്പോയി, ദേഷ്യം വരുന്നു, ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല, ജനങ്ങളുടെ വോട്ട് തേടി പോയാലും രസമുണ്ട്, ഇതെന്തോന്ന്. അപ്പൊ അഭിയസ് പൂജയുടെ കാര്യമാണ് എനിക്ക് വിഷമം, ഇങ്ങനെ ഒരു രീതിയിൽ പോകേണ്ടി വരുന്നില്ല. അപ്പൊ റസ്മിൻ പൂജ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. ആർക്ക് സിബിനെ വേണ്ട കേട്ടാ. അപ്പൊ അപ്സര പൂജയുടെ ആ കരച്ചിൽ. അത് കഴിഞ്ഞിട്ട് അപ്സര 5 മിനിറ്റിന് ശേഷം ലല്ലല്ല കണ്ണ് തുറക്കണ് സാമി. 5 മിനിറ്റ് കഴിഞ്ഞ് മെയ്യ് തുറക്കണ് സാമി. ആര്? അഭിഷേക് കെയും നമ്മുടെ അപ്സരയും അതേപോലെ ശ്രീതു. ഇത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. സിബിൻ പോയി കഴിഞ്ഞ് 5 മിനിറ്റാണ് ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് റസ്മിൻ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് എനിക്ക് ആരോടെങ്കിലും ഒക്കെ ഒന്ന് വർത്താനം പറയണം, സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. ബിഗ് ബോസ് എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും പോയിരുന്ന് കേൾക്കും, പക്ഷെ എൻ്റെ കാര്യം വന്നപ്പോൾ ആരും ആ നോറയുടെയൊക്കെ കഷ്ടപ്പെട്ട് എത്ര മണിക്കൂറുകളോളം അത് കേട്ടോണ്ടിരുന്നു, അസഹനീയമായി ഞാൻ കേട്ടോണ്ടിരുന്നു. ഇങ്ങനെയൊന്നും അല്ല കേട്ടാ, ശരിക്കും നോറയുടെയൊക്കെ ആ കുട്ടി എത്രമാത്രം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആവശ്യം വന്നപ്പോൾ നോറയും ഇല്ല, ജാസ്മിനും ഇല്ല, ഗബ്രിയും ഇല്ല. മാത്രമല്ല ഗബ്രിക്ക് റസ്മിനോട്ട് ഇഷ്ടവുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഷ്ടം തന്നെ. എന്നിട്ട് എനിക്ക് ജാസ്മിനും ഗബ്രിയുടെയും കൂടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും എന്നെ നെഗറ്റീവ് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, അവരെ ആരും തെറ്റിദ്ധരിക്കരുത്, പാവം കഷ്ടം. ഞാനൊരു കെയർ ടേക്കർ ആയിട്ടൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ അതേ കമൻറ്റ്. എനിക്ക് ആരുമായി തല്ലു പിടിക്കാനൊന്നും വയ്യ, എനിക്ക് അവരെ മറ്റ് തല്ലു പിടിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഞാനിവിടെ ടോപ്പ് 5 ഒക്കെ വിചാരിച്ചാൽ വന്നത്, പക്ഷെ ഒന്നും നടക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ എക്സ്പോസ്റ്റഡ് ആണ് എന്നൊക്കെ പറയാം. ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായി പോകുന്നുള്ളത്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അപ്സര ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം സിജോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐറ്റം വരുന്നത്, നമ്മുടെ ജാസ്മിനും ഗബ്രിയും. ജാസ്മിൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മോളെ എണീക്കും, മോളെ നീ ഇങ്ങനെ കിടക്കാതെ, നീ എന്തിനു കിടക്കണത്? ഗബ്രി ഒന്ന് പോ ഗബ്രി, എനിക്ക് വയ്യ ഗബ്രി, വയ്യ, നീ ഒന്ന് എണീക്ക്, തലോടുന്നു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരികയാണേ. ഡി നീ എണീക്ക് എന്ന് പറഞ്ഞ് എണീക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇതാവാതെ, നീ ഇങ്ങനെ വിഷമിക്കാതെ, നീ എന്താ പറയുക, ഞാൻ ഒരു 1000 പേജുള്ള ഒരു 2-3 മണിക്കൂറുണ്ടായിരുന്നു, ചുരുക്കിയാണ് ബിഗ് ബോസ് കാണിച്ചേക്കുന്നത്. പ്രേക്ഷകർ കല്ലെറിയുമെന്ന് വിചാരിച്ചിട്ട് ടി വിയിൽ. അതുകൊണ്ട് പാവം ബിഗ് ബോസ് ഇന്നലത്തെ പ്രേക്ഷകരുടെ അപേക്ഷ പ്രകാരം ഓരോ പേജിന്റെ ഓരോ വരി വെച്ചാണ് ഇന്ന് കാണിച്ചേക്കുന്നത് കേട്ടാ, ഓരോ വരി വെച്ചിട്ട്. അപ്പൊ ആദ്യത്തെ ഒരു പേജിന്റെ ഒരു വരിയാണിത്. ഫ്രണ്ട്ഷിപ്പിന് ബൗണ്ടറി ഉണ്ടോ ജാസ്മിൻ? ഫ്രണ്ട്ഷിപ്പിന് ബൗണ്ടറി ഉണ്ടോ? എന്താണ്? ഐ എം നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ്. ഞാൻ ക്ലോസ് ചെയ്യാം, എനിക്ക് നേരത്തെ ക്ലോസ് ആയിട്ട് വരാൻ പറ്റത്തില്ല. ഗബ്രി നീ എന്നെ ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല ടച്ച് ചെയ്തോ, കെട്ടിപ്പിടിച്ചോ, പക്ഷേ കണ്ണുകൊണ്ടുള്ളത് വേണ്ട. കണ്ണുകൊണ്ടുള്ളത് വേണ്ടേ? നീ എന്താണ് പറയണത്? ഐ ബ്ലെയിം ഹാഫ് ഓഫ് ദിസ് ടു റസ്മിൻ. റസ്മിനാണ് കാരണം ഇതിനെല്ലാം. നീ ഫുഡ് കഴിക്കേ. ഇപ്പൊ ജിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എൻ്റെ ഇവിടെ ഗബ്രി. ഐ നോ വാട്ട് ഹാപ്പൻഡ്. എൻ്റെ ബ്രെയിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടു. ഇന്നലെ നടന്നതെല്ലാം വെറുതെ അൺനെസസറി ആയിരുന്നു. നമ്മൾ കോംബോ ആയിട്ട് കളിക്കേണ്ടതായിരുന്നു. സിബിൻ പോകുന്നു വിചാരിച്ചില്ല, അത് അൺനെസസറി ആയിരുന്നു. എന്തിനാണ് അതിൻ്റെ ആവശ്യം? റസ്മിനാണ് ഇതിനെല്ലാം കാരണം. നീ പറയ്, അങ്ങനെ തോന്നില്ല നിനക്ക്? അടുത്ത് കഴിഞ്ഞ് 2 പേജ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഗബ്രി, എൻ്റെ ക്ലാരിറ്റി. പക്ഷെ ഞാനിപ്പോൾ ക്ലാരിറ്റിയിലേക്ക് പോവുകയാണ്, മനസ്സിലായോ? എനിക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ, പക്ഷെ ഞാൻ എന്നെക്കാട്ടി നിന്നയ്ക്കാണ് പ്രയോറിറ്റി തന്നത്. എൻ്റെ തെറ്റാണ് ഗബ്രി, എൻ്റെ തെറ്റാണ്, മനസ്സിലായോ? അപ്പോൾ ഗബ്രി പിന്നെ മറ്റേ മോഡിലേക്ക് പോവുകയാണ്. ഗബ്രി നീ നോക്ക് ഗബ്രി, ഹലോ ഒരുപാടുണ്ടായിരുന്നു കേട്ടാ. മഹാമനസ്കത കാരണം ബിഗ് ബോസ് അണ്ണൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. സമാധാനം ഇടയ്ക്കിടെ അപ്പോൾ ഒന്നും നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞുണ്ട്, എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ചിന്തി ചെതറിയിട്ട്. അപ്പോൾ ഇവിടെ നിന്റെ കയ്യിൽ എനിക്കറിയാം നീ ദേവി. അപ്പം പിന്നെ അടുത്ത ലൈൻ ഒരു 10-15 വരി കഴിഞ്ഞിട്ട് നീ നിന്റെ കയ്യിൽ തന്നെ വടിവെച്ചടിക്കുകയാണ് ജാസ്മിൻ. നീ നിന്റെ കയ്യിൽ തന്നെ വടിവെച്ചടിക്കുകയാണ്. അത് മനസ്സിലായെങ്കിൽ നിർത്തണം. നിനക്ക് ക്ലാരിറ്റി വേണം. നിനക്ക് പ്രണയം തോന്നുന്നുണ്ടോ? എൻ്റെ അടുത്ത് പ്രണയം തോന്നുന്നുണ്ടോ? ഗബ്രി ഇത്ര നാളായി പ്രണയം തോന്നുന്നുണ്ട്. അത് തെറ്റാണോ? തെറ്റാണ് ഗബ്രി, അത് തെറ്റല്ല. കണ്ണുകൾ കൊണ്ട് നമുക്ക് പ്രണയിക്കാം.
കണ്ടോ? ഇതുപോലെ നമുക്ക് കണ്ണുകൾ കൊണ്ട് പ്രണയിക്കാം. മനുഷ്യന് വരുന്ന വികാരമാണ് പ്രണയം, മനസ്സിലാക്കൂ. ഗബ്രി നീ ഒന്ന് മനസ്സിലാക്കൂ. ഗബ്രി നിനക്ക് എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത്? ആ റെസിപ്പിന് ഞാൻ ക്ലാരിറ്റി കൊടുത്തല്ലോ. ഒറ്റ വാക്കിൽ നിർത്താൻ ഗബ്രി. നമ്മൾ ഈ ബിഹേവിയർ ചെയ്തതുപോലെ അത് നിർത്തണം. മുഖത്തെ എക്സ്പ്രഷൻസ് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ ദേഷ്യഭാവം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുഖത്ത് ഇങ്ങനെ വരുള്ളൂ എക്സ്പ്രഷൻ. നീ ദയവ് ഇത് ഗബ്രി, നീ ഇതൊന്ന് മാറ്റി ഗബ്രി പ്ലീസ്. വയ്യ. നീ പ്രണയമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രണയമില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല. 150% ഈ റസ്മിൻ പറഞ്ഞത് റോങ് ആണ്. അവിടെ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ സിജോ അർജുനും കൂടെ. എന്ത് കഷ്ടമാണല്ലേ. എന്തോന്നാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. പുറത്ത് ഒരാൾ കമ്മിറ്റഡ് ആണ്, ഒരാളുണ്ട്. നീ ഇവിടെ വന്ന് ഇത് കാട്ടിക്കൂട്ടുന്നത്. നീ ആണെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പൊ അർജുൻ സഹിക്കാനേ പറ്റത്തില്ല. സിജോ അങ്ങനെ ചോദിക്കണത്. അതാണ്, രണ്ടുപേർക്ക് സാധിക്കും. രണ്ടുപേരും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ പോരെ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പറയില്ല. അതാണ് കുഴപ്പം. അവസാനം ജാസ്മിൻ്റെ ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കാണ് ഗബ്രി. സ്റ്റിക്കർ ജാസ്മിൻ. ഗബ്രി മാറ്റി സ്റ്റിക്കർ. ഞാൻ മാറ്റത്തില്ല. ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല. കോംബോ പിടിച്ചേ ദോഫയിലെത്തുള്ളൂ ഞാൻ. ബാക്കിയുള്ള ദിവസം മൊത്തം ഞാൻ പവർ ടീമിലായിരിക്കും. നീ നോക്ക് ഗബ്രി, പ്ലീസ് ഗബ്രി, നീ മാറ്റി ഗബ്രി. എനിക്ക് വേണ്ട. നീ എൻ്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് ഫ്രണ്ട്. അതെന്താ അങ്ങനെ? ക്ലോസ് ഫ്രണ്ട് അല്ല. നീ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ല. എനിക്ക് നിന്നോട് ലവ് ആയിരുന്നു ഗബ്രി. ഇതുവരെ പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് മനസ്സിലായില്ലേ? 100% ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല പ്രണയമാണെന്ന്. നീ ദയവ് ചെയ്തിട്ടൊന്നും മിണ്ടായിരിക്കെ. നീ കേട്ടിട്ടുണ്ടോ ഞാൻ നിന്നോട് പ്രണയമാണെന്ന് പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല ഗബ്രി. നീ ഒരു കാര്യം ചെയ്യ്, പുറത്തിറങ്ങിയിട്ട് 48ാമത്തെ എപ്പിസോഡ് എടുത്ത് നോക്ക്. ഗബ്രി നീ കൂടുതൽ കളിക്കേണ്ട ഗബ്രി. എനിക്ക് എൻ്റെ സ്പേസ് വേണം. എല്ലാം കട്ട് ചെയ്താണ് കാണിച്ചേട്ടാ. 50 പേരുണ്ടായിരുന്നു. അതിനെയൊക്കെ ചുരുക്കി അവിടെ നിന്നും ഒക്കെ ഒരു 5 സെന്റൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, 50ാമത്തെ ഡേ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പറയുന്നു. BB ക്രൂവിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ്. ഈ BB ക്രൂവിന് ഒരു ദിവസം, അതാണ് സ്കിറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ചലഞ്ചർ ഡേഞ്ചർ ടാസ്ക് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, കോയിൻ എറിയുക. ഓരോ റൗണ്ടിലും അവസാനം ആരുടെ ദേഹത്താണ് ഈ കോയിൻ ഇരിക്കുന്നത് അവർ ഔട്ടാണ്. അപ്പോൾ 3 പേരെ പാടുള്ളൂ. ശ്രീരേഖ ഇല്ല. ശരണ്യ, ഗബ്രി ആൻഡ് ഋഷി, അതേപോലെ അൻസിബ, ജാസ്മിൻ ആൻഡ് ജിൻഡോ. ജാസ്മിൻ പറയുന്നുണ്ട് കോയിൻ തറയിൽ വീണാലും എടുക്കാൻ നിൽക്കരുത്. പിന്നെ അങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ബസർ അടിക്കുന്നു, ഓടണം. പക്ഷെ ജാസ്മിനും അൻസിബയ്ക്കൊന്നും ഓടാൻ പറ്റുന്നത്. അൻസിബയും ജാസ്മിനും കൂടി കഥ പടച്ച് അതിനകത്ത് നിൽക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ് കഥ പടച്ചിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ജിൻഡോനെ മാത്രം എല്ലാം കൂടിയിട്ട് ഓട്ടിക്കുന്നു. ഇറങ്ങി വാ. അങ്ങനെ അൻസിബ ഇറങ്ങി വരുന്നു സാക്രിഫൈസിന് വേണ്ടിയിട്ട്. ശരണ്യ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഒളിച്ചിരിപ്പ്. അവസാനം കൈ പിടിക്കുകയും ചെയ്തു ജിൻഡോ തലമുടിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാക്കിയാണ്. അവസാനം ഋഷീനെ അൻസിബയും ജാസ്മിനും കൂടെ കയറി പിടിക്കുന്നു. ജിൻഡോ ഇപ്പുറത്ത് കൂടി പിടിച്ചു വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നു. അപ്പം അത് തെറ്റാണ്. പാടില്ല, പിടിക്കാൻ പാടില്ല. മനുഷ്യത്വം വേണം. വൃത്തിയുടെ കളി കളിക്കരുത്. നിങ്ങൾ വൃത്തിയുടെ കളി കളിക്കരുത്. ആരായിരിക്കും? ഗബ്രി. അത് കഴിഞ്ഞാൽ ഋഷി. നിങ്ങൾ ഈ കളിക്കുന്ന കളി വൃത്തിയുടെ കളിയാണ്. തെണ്ടിത്തരം കാണിക്കരുത്. അപ്പൊ ജിൻഡോ നോ വൃത്തിയുടെ കളിയാണ്, ഇവിടെ നിർത്തിക്കൊണ്ടത്. ഇങ്ങനെയല്ലേ ഗെയിം കളിക്കേണ്ടത്. അപ്പൊ സിജോ നമുക്ക് നോക്കാം. അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇത് ശരിയാണോ? ജിൻഡോ ആണ് ഔട്ടായിരിക്കണം. ശരി, ജിൻഡോ ഋഷിയുടെ ഇതിൽ വെച്ചു. ശരിയാണോ? അപ്പോൾ നിങ്ങൾ വൃത്തിയുടെ കളി കളിക്കരുത്. അപ്പൊ ജാസ്മിൻ നീ ഒന്ന് മിണ്ടായിരിക്കെ. ജിൻഡോ കാക്ക നീ കൂടുതൽ വർത്താനം പറയണ്ട. നിനക്ക് എന്താണ് പ്രശ്നം? എന്റെ ടീമിലേക്കല്ലേ ഞാൻ പറയുന്നത്. ജാസ്മിൻ ഗബ്രി കൂടെ വഴക്ക്. അപ്പൊ ഋഷി അടയ്ക്കുന്നത് നീ മിണ്ടായിരിക്കടി, നീ ഒന്നും പറയണ്ട. അപ്പൊ ജാസ്മിൻ എന്റെ ടീമിന് വേണ്ടി ഞാൻ പറയും, നിന്നാണ് ആരെ പറയാമെന്ന്, നീ മിണ്ടരുത്. അപ്പൊ ഗബ്രി അങ്ങനെയാണെങ്കിൽ 3 പേര് പിടിച്ചു ഒരാൾക്ക് ഒട്ടിക്കാലോ. 3 പേര് പിടിച്ചു ഒട്ടിക്കാൻ കേട്ടോ. ഇത് ടീം ടാസ്ക് ആണ്. ഒട്ടിക്കാമല്ലോ. 3 പേര് പിടിച്ചു ഒട്ടിക്കാമല്ലോ. നീ എന്തെന്നാണ് ഈ പറയണത്? നീ പറയടാ. നീ പറഞ്ഞോ? നീ പോയി പറയടി. ഗബ്രിയും ജാസ്മിനും കൂടെ അടി കേട്ടോ അതിനകത്ത്. അവസാനം കെട്ടിപ്പിടിച്ചേട്ടോ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് ഇനി മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്ക് വേണ്ടി പോരുത്, ഫിസിക്കൽ എന്ന് പറഞ്ഞ വാക്ക് വേണ്ടി പോരുത്. കാണിച്ചു തരാം. ഫിസിക്കൽ ഞാൻ ഇയാളെ പുറത്താക്കുന്നു. നോക്കും ഗബ്രി മാക്സിമം അറ്റാക്ക് ചെയ്തു. ശരണ്യ മാക്സിമം അടിച്ച് തെറിപ്പിക്കണം എല്ലാം. അതൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശ്രീതു ആരാണ് ഔട്ട്? ഋഷി. ഓഹോ എടി മര്യാദയ്ക്ക് കളിക്കാൻ നോക്ക്. ഇങ്ങനെയല്ല കളിക്കേണ്ടത്. മനസ്സിലായോ? കിടന്ന് മെഴുകുന്ന കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാവുന്നു. അടുത്ത ബസർ വരുന്നു. അടുത്ത ബസറിലാണ് കാണിച്ചു തരാം. തനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ശരണ്യ ഇങ്ങനെ നിൽക്കുകയാണേ. അത് കഴിഞ്ഞ് ശരണ്യക്ക് കോയിൻ കൊടുക്കുന്നു. അത് നേരെ ഇവിടെ എത്തുന്നു. ജിൻഡോ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. ജിൻഡോ കോയിൻ വെച്ചിട്ട് അപ്പോൾ ഗബ്രി പാടാ പിടിക്കാൻ. അപ്പോഴത്തേക്ക് ജിൻഡോ ഗബ്രിനെ തിരിഞ്ഞു വരും നോക്കുന്നത്. നേരെ ശരണ്യനെ എത്തുന്നു. അപ്പോൾ ഗബ്രി ശരണ്യ പൊക്കോ. ഗബ്രി ഇടയിൽ കയറി വരുന്നു. ഗബ്രി വന്നിട്ടാണ്
ഇങ്ങനെ ജിൻഡോനെ പിടിക്കുന്നു. അത് കഴിഞ്ഞ് ജിൻഡോ പിടിക്കുന്നു, ബാക്കിലൊട്ടിക്കുന്നു. ജിൻഡോ കൈയെടുക്കുന്നില്ല. ബസർ അടിക്കുന്നത് ജിൻഡോ പിടിച്ചു വെച്ചേക്കാണ് കൈ കേട്ടാ, കൈയെടുക്കുന്നില്ല. അപ്പോഴാണ് ഗബ്രി ഇതിൽ പിടിച്ചിട്ട് ഗബ്രി ജിൻഡോയുടെ പുറത്തേക്ക് വീഴുന്നു. എന്നിട്ട് മറിഞ്ഞ് കിടന്നിട്ട് ജിൻഡോനെ ഭയങ്കരമായ രീതിയിൽ ഗബ്രി ഇടിക്കുന്ന ഞാൻ ഒരുമാതിരി ഇറുക്കി പിടിക്കുന്നുണ്ട്, മുഖത്തൊക്കെ ഇറുക്കുന്നു, അള്ളുന്നു, പിടിക്കുന്നു. അപ്പൊ വീട്ടുകാരെ കൂടെ സായി വലിച്ചിങ്ങെടുക്കുന്നു ജിൻഡോനെ. അങ്ങനെ എടുക്കുന്നു. ഡോ മര്യാദക്കെട്ട് കാണിക്കരുത്, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ടോ, താൻ ആരാണോ എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് രണ്ടുപേരെ 2 ടീമിലാക്കും. ഇനി പയ്യ 2 പേരെയും കൂടെ ഔട്ടാക്കാൻ 2 ടീമിലാക്കുന്നു. അയാളുടെ ഒരു പരിപാടി. അപ്പം ജിൻഡോ കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ സമാനപ്പെട്ട് ഇവിടെ ഇരിക്കും, സമാനപ്പെട്ട്. അയാൾക്കോട്ടല്ലോ ഞാൻ പറയുന്നില്ല, എനിക്ക് എൻ്റെ മര്യാദ, എനിക്ക് സ്വഭാവമായി പോയി, എനിക്ക് സൗകര്യമില്ല മര്യാദയായിട്ട് പറയാം. അയാളെ കയറി ഉമ്മ നോക്കണോ? അയാൾ കാണിച്ചു കൂട്ടിയത് ശ്വാസം മുട്ടിച്ചാണ് അയാൾ എന്നെ കാണിച്ചത്. ഞാൻ ശ്വാസം മുട്ടിയപ്പോൾ ഞാൻ അയാളെ ഉമ്മ നോക്കണോ? അപ്പം സിജോ എടാ 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പം ഋഷി നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്? ഒരാൾക്ക് ബലം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ആർക്കും കളിക്കണ്ടേ? പിന്നെ എന്തിനാണ് ഈ ഇത് തന്നേക്കണത്? ഊരി കളഞ്ഞിട്ട് കളി ഒട്ടിച്ചു വെച്ചാൽ മതിയല്ലോ പിടിച്ചിട്ട്. നീയും സമാധാനപ്പെട്ട് നീ അടങ്ങാനൊന്നും പറ്റത്തില്ല. അവസാനം CID രാംദാസ് വരുന്നു. അപ്പൊ എന്തോന്ന് കരച്ചിലടേ ഇത്? ഇതെന്തോന്നാണിത്? പിടിച്ചു ആദ്യം എന്നൊക്കെ പറഞ്ഞ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു തരില്ല എങ്ങനെ കളിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്, കൃത്യമായി കളിക്കൂ. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അടുത്ത റൗണ്ട് കളിക്കൂ. അപ്പോൾ ഗബ്രി എണീറ്റ് പോകുന്നൊരു ദേഷ്യം വന്നു, അതും കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി കമോൺ കൈ കൊടുക്കൂ ജിൻഡോയ്ക്ക്. അങ്ങനെ ജിൻഡോനെ കൊണ്ട് കൊയ് കൊടുപ്പിക്കുന്നു. അടുത്ത റൗണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ശരണ്യയിലേക്ക് പോകുന്നു, ശരണ്യ ജാസ്മിനിലേക്ക് പോകുന്നു, ഗബ്രിയിലേക്ക് പോകുന്നു, അൻസിബയ്ക്ക് പോകുന്നു. അൻസിബയ്ക്ക് ഒട്ടും ഓടാൻ പറ്റുന്നില്ല, അൻസിബ ഔട്ടാവുന്നു. ശരണ്യ എവിടെ നിന്നറിയാമോ? ഒളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ ആദ്യം തന്നെ ഒളിച്ചിരിക്കുന്ന ശരണ്യ സ്മോക്കിംഗ് റൂമിലാണ്. ശരണ്യ ഒളിച്ചിരിക്കുന്നത് ജാസ്മിൻ കണ്ടുപിടിക്കുന്നേ ഇല്ല. ഇതിനകത്ത് ടാർഗറ്റ് ജാസ്മിനാണ്. ജാസ്മിൻ അതിനിടയിൽ കൂടെ ഗബ്രി ജാസ്മിനെ പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നത്, പോട്ട് മോളെ പോട്ട്, നീയാണ് അടുത്ത ടാർഗറ്റ്. എന്നിട്ട് ജാസ്മിൻ്റെ പുറകെ ഓടുന്നു. ജാസ്മിൻ ഓടാൻ പറ്റുന്നില്ല, കിതയ്ക്കുന്നു, ചുമയ്ക്കുന്നു. ജാസ്മിൻ ഇടയ്ക്ക് പോയിട്ട് നോക്കുന്നു, ശരണ്യനെ കാണുന്നില്ല. സ്മോക്കിംഗ് ഏരിയയിൽ ഇരിക്കുന്ന ശരണ്യനെ ജാസ്മിൻ കാണുന്നില്ല. അന്തം വിട്ടുപോയി കേട്ടോ. ഞാൻ സ്മോക്കിംഗ് ഏരിയയിൽ ശരണ്യ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാസ്മിനെ ഔട്ടാക്കുന്നു. അപ്പോഴത്തേക്ക് ശരണ്യ എന്താടാ പറ്റിയേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അവസാനത്തെ റൗണ്ടാണ്. ജിൻഡോനെ ഗബ്രി പിടിക്കുന്നു, ശരണ്യയും കൂടെ പിടിക്കുന്നു. ശരണ്യ നിൽക്കുന്നത് പ്രോപ്പർട്ടിയുടെ അടുത്താണ്. ജിൻഡോ തള്ളുമ്പോൾ പ്രോപ്പർട്ടി താഴെ വീഴുന്നു. അപ്പോൾ ശരണ്യ ഒട്ടിക്കുന്നു. അപ്പോൾ ജിൻഡോ ശരണ്യനെ ഇങ്ങനെ കുനിച്ചു നിർത്തുന്നു. ഇതാണ് ഞാൻ കണ്ടത്. ഇതെല്ലാം ഗെയിമിലുള്ളത് തന്നെയാണ്. എൻ്റെ പൊന്നോ, ഇതിനായിരുന്ന ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ജിൻഡോ ഔട്ടാകുന്നു. അപ്പോൾ ഗബ്രി കണ്ടാടോ നമ്മൾ പവർ ടീമിൽ അങ്ങനെ ഗബ്രി. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ മോയെ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദന എടി ഏതെങ്കിലും ഒരു വളർത്തി കാല് വെക്കടി, 2 വളർത്തി കാല് വെക്കാടാ. എടേ ജാസ്മിനോട് നീ ആരടി പറയാൻ? നിന്റെ ഓവർ ഷോ ഒന്നും എന്നോട് കാണിക്കണ്ട. നീ എന്തിട്ടാ പറയുന്നത്? നീ ആദ്യം 2 വളർത്തി കാല് വെക്കുന്നത്, ഒറ്റ വളർത്തി കാല് വെക്കടി. ചോണയുണ്ടെങ്കിൽ ചോണക്കുട്ടി കണ്ടുപിടിക്കടി. നീ എന്നെ കണ്ടുപിടിക്കടി. ഞാൻ ഒറ്റ വളർത്തിലാണ് കാല് വെക്കുന്നത്. നിനക്ക് നാണം ഉണ്ടോ ഇങ്ങനെ നിൽക്കാൻ? അവളുടെ ഒരു ഗെയിം എന്തൊട്ട് ഗെയിമാണ് അവൾ കളിക്കുന്നത്? എന്തൊട്ട് ഗെയിമാണ് നീ കളിക്കുന്ന ഗെയിം എന്താടി? നീ ആരാടി നിന്റെ വിചാരം? നിന്റെ ഓവർ ഷോ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് നിർത്തിക്കോ നിന്റെ ഓവർ ഷോ. നീ എൻ്റെ അടുത്ത് കാണിക്കാൻ പറഞ്ഞു. നീ ആരാടി എന്നെ ഓവർ ഷോ കാണിക്കാൻ വേണ്ടി? ഞാൻ എന്ത് വളർത്തി കാര്യം നിനക്ക് തടി? അപ്പോൾ പിന്നെ എൻ്റെ ഗെയിം 2 വളർത്തി നീ കാല് വെക്കുന്ന കണ്ടടി. ഞാൻ കണ്ടു. നീ കൂടുതലൊന്നും പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ നന്ദനയും വഴക്ക് കേട്ടാ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ ഗബ്രി വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വാ നീ പിണങ്ങല്ലേ ഗബ്രി, നീ മര്യാദക്കിരിക്കുക, നീ എന്നെ നോക്കിയാൽ മതി, ഞാൻ പോകത്തില്ല. മിണ്ടാതെ അവിടെ ഇരുന്നോണം. അങ്ങനെ എല്ലാവരും രാത്രി കിടക്കുന്നു. ജാസ്റ്റ് 2:30 രാവിലെ ജാസ്മിൻ, റസ്മിൻ, ശ്രീതു, നോറ. അപ്പം റസ്മിൻ ടാറ്റാ ഗുഡ് നൈറ്റ്. അപ്പം നോറ നന്നായിരിക്കുന്നു ഡ്രാമ. റസ്മിൻ എനിക്ക് ഡ്രാമയായിട്ടും തോന്നിയില്ല. നിനക്ക് തോന്നില്ല. ഇപ്പൊ ജിൻഡോ നിനക്ക് ചായ ഇട്ട് വന്നിട്ട് ഇത് പറഞ്ഞാൽ നിനക്ക് തോന്നുമോ? വല്ലാണ്ട് തോന്നും. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇവിടെ ഡേ 1 തൊട്ട് അനുഭവിച്ച കാര്യങ്ങൾ, പീഡനങ്ങൾ. എൻ്റെ പൊന്നു മോളെ നോറെ നീ നിർത്ത്. അപ്പൊ ശ്രീതു അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. എല്ലാവരും ഡ്രാമ താൻ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. എപ്പിസോഡ് കഴിഞ്ഞു. ഇനി BB+ൽ നടന്ന കാര്യങ്ങൾ. രാവിലെ 9 മണി. ഗബ്രി നീ എന്തെങ്കിലും ഒന്ന് പറയടാ ഗബ്രി, നീ എന്തെങ്കിലും ഒന്ന് മിണ്ട് ഗബ്രി. എന്താ ഞാനാണോ കുറ്റക്കാരി? അല്ല. പിന്നെ എന്താണ്? നീ എൻ്റെ മൈൻഡ് പോയിരിക്കുകയാണ്. ഞാനാണോ കാരണക്കാരി? നീ അല്ല. പിന്നെ നിനക്ക് സ്പേസ് തരണമെങ്കിൽ ഞാൻ തരാം, ഞാൻ പൊക്കോളാം. ഇപ്പൊ ശ്രീതു എടീ ജാസ്മിൻ ബാ കിച്ചണിൽ പണി ഇருக்கு. അപ്പം ഞാൻ വരുന്നു. ഇന്നലെ ഞാൻ മിണ്ടിയിട്ടേ ഇല്ല. ഇന്ന് ഒന്നും കിട്ടിയില്ല. TV കാണും എപ്പിസോഡിൽ ഞാനൊന്ന് മിണ്ടിക്കോട്ട്. ശരി. ശ്രീതു ഔത്തുപിട്ടി എന്തടി ഇവര് 5 മിനിറ്റ് ഡെയിലി വരയേ ഇല്ലേ? അപ്പം ശ്രീരേഖ പോകുന്നു. ഗബ്രി ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം മോർണിംഗ് ആക്ടിവിറ്റിയിൽ വിന്നറും റണ്ണറപ്പും ആരാണെന്ന് എല്ലാവരും സംസാരിക്കും. സ്വയം വിന്നറായിട്ട് ഒരു സ്പീച്ച് നടത്തുക,
നിങ്ങളുടെ സെക്കൻഡ് പ്ലേസ് ആർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാ. നോറ ഇവിടെ, ഹലോ ചേച്ചി, നിങ്ങൾ രാജിവെച്ചേ പറ്റുള്ളൂ. പ്രോപ്പർട്ടി ഡാമേജ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നടപടി എടുത്തോ? അപ്പൊ ശ്രീരേഖ, മോളെ അതായത് അഭിനയിക്കുകയാണ്. പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. മോളാണ് ശരിക്കും അതിനകത്തുണ്ടായിരുന്നത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് മോളുടെ അടുത്ത് കളിക്കാൻ പറഞ്ഞത് ആരാണ്? അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിച്ചിട്ട് അത് കളയുന്ന പോലെ. പക്ഷെ പറഞ്ഞത് കാര്യമാണ് നോറ. അത് കഴിഞ്ഞിട്ട് ശരണ്യ മൈക്ക് ധരിക്കൂ. അയ്യോ മൈക്ക് ഓടിക്കേറിക്കോ. ശരണ്യ അപ്സരെ ഓടി ബാത്റൂമിൽ കയറുന്നു. അപ്പൊ ശ്രീതു മൈക്ക് ധരിക്കില്ലേ? ശരണ്യ ചേച്ചി. അപ്പോൾ ഞാനിവിടെ ബാത്റൂമിൽ. പണ്ടാരം കണ്ടില്ല, മൈക്കൊക്കെ ഇട്ട് പോയേക്കാം. എന്താ പറ്റി ശരണ്യ ചേച്ചി? അത് ബിഗ് ബോസ് വെറുതെ ഞാൻ മൈക്ക് വെച്ചിട്ട് മറ്റേ മുഖം കഴുകിയിട്ടാ. ആണല്ലേ, ശരി. അത് കഴിഞ്ഞ് ഋഷി, ഇങ്ങനെ ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നത് എന്തോന്നത്? നമുക്ക് വേറെ കളിക്കണ്ടേ? അപ്പം എല്ലാവരും കൂടി ജിൻഡോക്കെതിരാണ്. അപ്പൊ ക്യാപ്റ്റൻ പറയണമായിരുന്നു. അപ്പൊ ഗബ്രി ക്യാപ്റ്റൻ പറയണം, ക്യാപ്റ്റന്റെ കയ്യിലാണ് അധികാരം, ക്യാപ്റ്റൻ പറയണം. അപ്പൊ ജാസ്മിൻ ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തോറ്റെന്ന് പറഞ്ഞാൽ ഇവര് തോറ്റു, അത്രേ ഉള്ളൂ. അപ്പൊ സിജോ ചോദിക്കണമായിരുന്നു, ശ്രീതു ചോദിക്കണമായിരുന്നു. അപ്പൊ ജാസ്മിൻ, അപ്പൊ നന്ദന, മോളെ എന്തെങ്കിലും വിഷമമുണ്ടോടി? ഇല്ല. ചേച്ചിയുടെ രോഗം എങ്ങനെയുണ്ട്? രോഗമോ? അല്ലല്ല, കഴുത്തിൽ തൊണ്ടയ്ക്ക് എന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഒന്നുമില്ലടി. ഞാൻ പിന്നെ ഈ ജിൻഡോട്ട കാക്ക എന്തോന്നാണ് ഈ കാണിക്കുന്നത്? അങ്ങോട്ട് എടുത്തോണ്ട് പാടി, ഇങ്ങോട്ട് എടുത്തോണ്ട് പാടി. എനിക്കാണെങ്കിൽ കണ്ണ് പോലും കാണാൻ പറ്റില്ലായിരുന്നു നന്ദു. പിടക്കങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം നോറയുടെ അടുത്തും അൻസിബയുടെ അടുത്തും നടക്കത്തില്ല. സായിയും ഗബ്രിയും ജാസ്മിനുവേ. അപ്പം ലാസ്റ്റ്, ഇത്രയും പാത്രം കഴുകാനാ? നീ ഇപ്പം പാത്രം കഴുകും. എൻ്റെ പൊന്നെ, ഇത് എന്തൊരു പാത്രം കഴുകും? ഞാൻ രാത്രി പാത്രം കഴുകാം. ജിൻഡോ കാക്കേനെ ഇങ്ങോട്ട് വിളി. ജിൻഡോ കാക്ക ആടിയാ, ബാ പാത്രം കഴുകാം. അപ്പൊ ഗബ്രി, ഇതെന്തോന്നിത്? അങ്ങനെ പാടില്ല. ജിൻഡോ കാക്കയ്ക്കാണെങ്കിൽ കാലൊക്കെ വയ്യ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇത് പറയാൻ പറ്റുന്നില്ല. വയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം. ഇത് മറ്റേ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും അല്ല. വയ്യാതിരിക്കുന്നവർ ജോലി ചെയ്യണം. ഇത് ബിഗ് ബോസ് വീടാണ്. ശ്രീതു, അങ്ങനെയല്ലല്ലോ എല്ലാവരും ഇവിടെ. എന്ത് അല്ല, ഇവിടെ എല്ലാവരും വയ്യാതിരിക്കുന്ന ആൾക്കാർ ജോലി ചെയ്യലില്ല, അങ്ങനെയാണ്. എൻ്റെ പൊന്നു മോളെ, താങ്ക് യു, കറക്റ്റ് പോയിന്റാണ്. അപ്പോൾ ജിൻഡോ, നീ ഒന്ന് കാര്യം ചെയ്യുമോ? ഞാൻ കഴുകണില്ല. എനിക്ക് ആ സിബിൻ്റെ ബാഗ് പാക്ക് ചെയ്യണം. ജിൻഡോ കാക്ക വന്ന് കഴിവും. ഇത്രയും പാത്രം നീ ഒന്ന് വാ ജാസ്മിനെ, ഞാൻ കഴി വെച്ച്, നീ വാ ഇങ്ങോട്ട്. അയ്യോ ഇല്ല, നീ വാടി, നീ വാ, നിങ്ങൾ പോ അങ്ങോട്ട്, ഞാൻ പോണു. ഇത്രയും ഞാൻ കഴി വെച്ച്, വേണമെങ്കിൽ കഴിവ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ജിൻഡോ, ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ പോയി, ഞാൻ അവിടെ തുടച്ചോളാം, നിങ്ങൾ രണ്ടും കൂടെ കഴിവെന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിൻ, അപ്പോൾ ഗബ്രി, ഞാൻ കഴുകിക്കോളാം. ജാസ്മിൻ, നീ എന്തിന് വെറുതെ നന്മ വരാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഋഷി, ഗബ്രി പവർ റൂമിൽ തിരിച്ചു കയറിയ സന്തോഷത്തിലാണ്. അപ്പം അൻസിബ, എന്തിന് നോമിനേഷനിൽ പോയാൽ ഔട്ടാവും ഉറപ്പിച്ചിട്ട്. അപ്പം മനുഷ്യത്വത്തിൻ്റെ പോലും അവനില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം തൊട്ടടക്കിയിട്ടില്ല. അപ്പം ഋഷി നെഗറ്റീവാണ്, സമ്മതിച്ച്. അവളാണ് നെഗറ്റീവ് ആക്കിയത്. പിന്നെ അവൻ നെഗറ്റീവല്ല, രണ്ടും ഒരേപോലെയാണ്. അത് ശരിയാണ്. അത് കഴിഞ്ഞ് ഗബ്രി, സിജോ അർജുൻ, പുള്ളി എന്നെയുണ്ടല്ലോ പിടിച്ചു വലിക്കുക ചെയ്തത്. പുള്ളി പറഞ്ഞ ടെക്നിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എന്നാലും ഭയങ്കരം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.